ഹലോ, ഹായ്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞങ്ങളുടെ റിച്ചൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലോട്ടൊന്ന് പോവുകയാണ്. അമ്പലത്തിലോട്ട് പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ പോയി ഒന്ന് തൊഴുതിട്ട് വരാമെന്നും പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ അവിടെ പോയി തൊഴുതിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും അവനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സൈക്കിളായിരുന്നു വാങ്ങിച്ചത്. അവൻ കുറേ നാളുകൊണ്ടേ സൈക്കിൾ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും പൈസ ഇല്ലാത്തതുകൊണ്ട് ബർത്ത്ഡേക്ക് വാങ്ങിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ മാറ്റി വെച്ചതാണ്. അവനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അവൻ കുറേ നാളുകൊണ്ട് പറയുന്നതല്ലേ. അങ്ങനെ അവനോട് പറയാതെ ഞങ്ങൾ തലേ ദിവസം പോയി വാങ്ങിച്ച് റൂമിനകത്ത് കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അവനറിയാതെ അവന് കൊടുത്തത്. അപ്പം നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വീഡിയോ ഒന്നും എടുക്കണ്ട, എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ച് എന്നെ വഴക്ക് പറയുമായിരുന്നു. അങ്ങനെ അതിനകത്ത് കയറിയിരുന്ന് ചവിട്ടുമായിരുന്നു. സൈക്കിൾ കണ്ടപ്പോഴേ അവന് ഓട്ടിക്കണമെന്നും പറഞ്ഞ് അതിനകത്ത് കയറിയിരുന്ന് ഓട്ടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഓട്ടിക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ സൈഡ് വീല് മണ്ണിൽ തട്ടിയിട്ട് നടുക്കത്തെ വീല് മണ്ണിൽ തട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അണ്ണൻ കുറച്ച് നേരമൊക്കെ തള്ളിക്കൊടുത്ത് മുറ്റത്തൊക്കെ ഇട്ട് ഓട്ടിച്ച്. അവനിന് മുമ്പ് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, അതങ്ങ് ചീത്തയായിപ്പോയി. അതുകൊണ്ട് അവന് കുറച്ച് നാളുകൊണ്ട് ചേച്ചിമാരൊക്കെ ഓട്ടിക്കുമ്പോൾ എനിക്ക് സൈക്കിളില്ല അമ്മ, അച്ഛൻ എനിക്കൊരു സൈക്കിൾ വാങ്ങിച്ചു എന്നുള്ള പരാതിയായിരുന്നു. അങ്ങനെ ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. ഇങ്ങനെ കാവിലോട്ട് തനിയെ ഇറക്കിക്കൊണ്ടുപോയി ചവിട്ടുക, എല്ലാവരെയും ഒന്ന് കാണിക്കണ്ടേ. അങ്ങനെ ചവിട്ടാൻ നോക്കിയപ്പോഴും പറ്റുന്നില്ല. അവൻ ചവിട്ടാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അതിന് ഇച്ചിരി ഒരു എന്തോ ഉണ്ടെന്ന്. അങ്ങനെ അണ്ണ അത് ശരിയാക്കി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ അടുക്കളയിലോട്ട് പോയി ഉച്ചലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. ലോങ് വീഡിയോസൊന്നും എടുക്കാത്തത് കൊണ്ട് ചില വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി. എന്നും ചോറും മീൻകറിയല്ലേ. ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ചിക്കൻ കറി അല്ലെങ്കിൽ ചോറ് ഇങ്ങനെയൊക്കെ വെക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഇച്ചിരി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും വെച്ച്. നമ്മുടെ ബർത്ത്ഡേ ഒന്നും നമ്മൾ ആഘോഷിക്കുന്നില്ല, മക്കളുടെ ബർത്ത്ഡേ എങ്കിലും നമ്മൾ ആഘോഷിക്കണമില്ലേ. അങ്ങനെ ഞാൻ അതൊക്കെ വെച്ച് എല്ലാവരുമായിട്ട് കഴിച്ച്. അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ കേക്ക് കൊണ്ടുവന്ന് എൻ്റെ കൂട്ടുകാരി എടുത്തായിരുന്നു കേക്ക് പറഞ്ഞിരുന്നത്. അങ്ങനെ അവൾ കൊണ്ടുവന്ന്. അപ്പോൾ കേക്ക് കണ്ടപ്പോഴേ അതെങ്ങനെയാണ് എന്തുവാണെന്നറിയാൻ വേണ്ടിയിട്ട് അവൻ ഭയങ്കര ആകാംക്ഷയിലിരിക്കുകയായിരുന്നു. ആ കേക്കൊക്കെ തുറന്ന് വെച്ചപ്പോഴത്തെ ഫൈഡർമാനെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതായിരുന്നു കേക്ക്. കൊള്ളാം, നല്ല അടിപൊളി കേക്കായിരുന്നു. അങ്ങനെ ചേച്ചിമാരൊക്കെ ആയിട്ട് നിന്ന് കേക്ക് കാണുമ്പോഴേ റിച്ചൂട്ടൻ ചോദിക്കും, അമ്മ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണോ, ഹാപ്പി ബർത്ത്ഡേ ആണോ എന്ന് ചോദിക്കും. അവൻ്റെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി എന്തെങ്കിലും വരുമ്പോഴൊക്കെയാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങളുടെ ബർത്ത്ഡേ ഒന്നും അങ്ങനെ വലുതായിട്ട് ആഘോഷിക്കത്തില്ല. അതുകൊണ്ട് അവൻ്റെ ബർത്ത്ഡേ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞങ്ങൾ ആഘോഷിക്കും. അങ്ങനെ എല്ലാവരുമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ആദ്യമേ കൊണ്ടുവന്ന് അവൻ്റെ അച്ഛനെ തന്നെ കൊടുത്തേ. എന്തെന്ന് വെച്ചാൽ അച്ഛനെയാണോ അമ്മയാണോ റിച്ചൂട്ടാ നിനക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ആദ്യമേ അവൻ്റെ അച്ഛനെ തന്നെയാണെന്ന് പറയത്തുള്ളൂ. രണ്ടാമത് എടുത്തു എല്ലാം ചോദിക്കുകയാണെങ്കിൽ മാത്രം പറയാം അമ്മേനെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയും. അങ്ങനെ ചേച്ചിമാർക്കും എല്ലാം കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത്. അമ്മയുണ്ടായിരുന്നു, അമ്മയ്ക്കും അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത്. പിന്നെ ഇതെങ്കിലും നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്യണം, അവനെന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനെയൊക്കെ എങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇതുപോലും കിട്ടാത്ത എത്രയോ കുഞ്ഞുങ്ങൾ, നല്ല ഡ്രസ്സ് കിട്ടാത്തയും ഫുഡ് കിട്ടാത്തയും കുഞ്ഞുങ്ങൾ പലരും ഉണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ആഘോഷിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ച ആ കേക്ക് കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ആ സൈക്കിളൊന്ന് മാറ്റിയെടുക്കണം. നമ്മൾ ആഗ്രഹിച്ച് അവനൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തിട്ട് ചവിട്ടാൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യുക, അത് മുമ്പോട്ട് നീങ്ങുന്നില്ല. അണ്ണൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടും അത് മുമ്പോട്ട് നീങ്ങുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോയി ആ സൈക്കിളൊക്കെ മാറ്റിയെടുക്കാമെന്ന് കരുതി കേക്കെല്ലാം എല്ലാവർക്കും പങ്കുവെച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി മാറ്റിയെടുത്തുകൊണ്ട് വന്നു. വേറൊരു സൈക്കിൾ വാങ്ങിച്ച്. അത് ഇച്ചിരി കൂടി വലുതാണ്, അവനെ പിന്നെയും ചവിട്ടാലോ എന്ന് വിചാരിച്ച് അത് ഇച്ചിരി വലുത് നോക്കിയായിരുന്നു വാങ്ങിച്ചത്. പിന്നെ അവ അതൊക്കെ ഒന്ന് ചവിട്ടി നോക്കിയപ്പോൾ കുഴപ്പമില്ല, മറ്റേതിനെക്കാട്ടി നല്ലതുപോലെ നീങ്ങുന്നുണ്ട്. പിന്നെ കുറച്ച് വലുത് വാങ്ങിച്ചാൽ പിന്നെ ആയാലും ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്ത് ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഒന്ന് പോയി, അണ്ണൻ്റെ വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയി. അപ്പം അവൻ്റെ അടുത്ത് ചോദിച്ച് റിച്ചു സന്തോഷമായോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഹാപ്പിയാണ്. സൈക്കിളും കൂടി കിട്ടിയപ്പോൾ റിച്ചൂട്ടൻ ഡബിൾ ഹാപ്പി. അപ്പോൾ റിച്ചൂട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.